ുമുണ്ടോ അവിടെ നിന്ന് കുറച്ച് രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ട് വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പുതിയ അപ്ഡേറ്റ്? മഞ്ജുഷ, ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് മനാഫിനൊപ്പം ഉണ്ടായ ആൾക്കാരെ ഇവിടെ നിന്നും പുറത്തു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് പ്രകാരം മനാഫ് ഉൾപ്പെടെയുള്ളവർ ഇത്രയും സമയം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പുറത്തുനിന്നും വന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് പോലീസ് പുറത്താക്കിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ആ പ്രദേശത്തേക്ക് തന്നെ അവരെ മാറ്റിയിരിക്കുന്നു. അതാണ് മനാഫ് ഇപ്പോൾ ജില്ലാ കലക്ടറെ കാണാൻ പോകുന്നുണ്ടെന്നാണ് മനാഫ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇപ്പോൾ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ആ ബൈറ്റ് നമുക്ക് ഉടൻ തന്നെ ലഭ്യമാക്കാൻ പറ്റും. എന്തായാലും വലിയ നിരാശ മനാഫ് ഇപ്പോൾ പറയുകയുണ്ട്. ആ സംഭവ റഡാർ സിഗ്നൽ കണ്ട സ്ഥലത്തു നിന്നാണ് മനാഫ് എത്തിയത്. വലിയ പ്രതീക്ഷ മനാഫിന്റെ വാക്കുകളിൽ നിന്നും ഇല്ല. അവിടെ ലോറിയുടെ അത്തരത്തിലുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഒരു പ്രതീക്ഷ മനാഫിന്റെ വാക്കുകളിൽ ഇല്ല. വളരെ നിരാശജനകമായ. എന്താണ് ബൈജു, അതിനുള്ള കാരണം എന്താണ്? നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ടാണ് ഈ കാര്യത്തെ കണ്ടത്. ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതോടുകൂടി മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ മനാഫ് പറയുന്നത് എന്താണ്? ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കാര്യമില്ല എന്നാണോ? തീർച്ചയായും 4 ലോറികൾ മാത്രമാണ് ഇവിടെ നിന്നും മണ്ണ് ഇത്തരത്തിൽ കടത്താനായി ആകെയുള്ളത്. ഇപ്പോൾ ഈ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് വലിയ മൺകൂന തന്നെ ഉണ്ട്. ആ മൺകൂനകൾ മുഴുവൻ മാറ്റേണ്ടതുണ്ട്. അതിന് പുറത്തു നിന്നും വന്ന ഈ രക്ഷാപ്രവർത്തകരെ ഇത്തരത്തിൽ ഇവിടെ നിന്നും പുറത്തു പോകാൻ പോലീസ് അല്പസമയം മുമ്പ് ആവശ്യപ്പെട്ടു. ആ പ്രകാരമാണ് മനാഫ് പുറത്തേക്ക് വന്നത്. മാത്രമല്ല, ഈ രഞ്ജിത്തിന് മർദ്ദനമേറ്റതായും മനാഫ് ഇപ്പോൾ പറയുകയുണ്ടായി. രഞ്ജിത്ത് അല്പസമയത്തിനകം ഈ മാധ്യമങ്ങളെ കാണാൻ ഇവിടെ എത്തുമെന്നാണ് പറയുന്നത്. പോലീസ് രഞ്ജിത്തിനെ മർദ്ദിച്ചിരിക്കുന്നു എന്നാണ് മനാഫ് പറഞ്ഞത്. അത് രഞ്ജിത്ത് തന്നെ വിശദീകരിക്കും. രഞ്ജിത്തും രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിൻവാങ്ങുന്നുണ്ടോ എന്ന ഒരു സൂചന അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രഞ്ജിത്തും ഇപ്പോൾ പുറത്തേക്ക് അതായത് അവിടെ ഇപ്പോൾ രക്ഷാദൌത്യം ഈ മണ്ണ് മാറ്റുന്ന ജോലി നടക്കുമ്പോൾ പുറത്തുനിന്ന് വന്ന ആളുകൾ, അത് കേരളത്തിൽ നിന്ന് ഒട്ടേറെ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടല്ലോ ഈ രക്ഷാദൌത്യത്തിന്. സ്വയം ഈ രക്ഷാദൌത്യം ഏറ്റെടുത്തുകൊണ്ട് അതിൽ ഈ രഞ്ജിത്ത് ഇസ്രായേലുകൾക്ക് ഉൾപ്പെടുന്നുണ്ട്. ഇവരോടെല്ലാം അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടതാണോ ഈ തർക്കത്തിന് കാരണമായത്? അങ്ങനെ രഞ്ജിത്തിന് മർദ്ദനമേറ്റു എന്നാണോ? മഞ്ജുഷ, വളരെ നിർണായകമായ 2 റഡാർ സിഗ്നൽ ലഭിച്ച ഒരു ഘട്ടമാണ് ഈ തിരച്ചിൽ വളരെ ഊർജിതപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ്. രഞ്ജിത്തിന്റെ ഒക്കെ സേവനം നമുക്കറിയാം. പല മേഖലകളിലും ഈ മണ്ണ് ഇടിച്ചിലുണ്ടായ പ്രദേശങ്ങളിലൊക്കെ വലിയ സേവനം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളോടാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറഞ്ഞിരിക്കുന്നത്. മനാഫ് പറയുന്നത് ആണെങ്കിൽ രഞ്ജിത്തിന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് മനാഫ് പറഞ്ഞത്. നിരാശനായി രഞ്ജിത്ത് ഇപ്പോൾ പുറത്തേക്ക് ഏത് സമയത്തും വരും എന്ന് തന്നെയാണ് മനാഫ് പറഞ്ഞത്. മനാഫിന്റെ ബൈറ്റ് നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ ഈ റേഞ്ച് ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അത്തരം പ്രതികരണം ലഭ്യമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ മനാഫ് ഇവിടെ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. മനാഫ് ഇനി അകത്ത് രക്ഷാപ്രവർത്തനത്തിന് മുഴുകാൻ പറ്റില്ല. താൻ പുറത്തേക്ക് ഇറങ്ങാം, രഞ്ജിത്തിനെ ഇവിടെ നിർത്തണമെന്നാണ് മനാഫ് പറയുന്നത്. പക്ഷേ രഞ്ജിത്തും അല്പസമയത്തിനും അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം വലിയ ആശങ്കയിലേക്കാണ് നീങ്ങുന്നതെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ 4 ലോറി മാത്രമാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അത്തരത്തിൽ വലിയ സന്നാഹമായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. വലിയ തെരച്ചിൽ നടക്കുന്നുണ്ടെന്ന പ്രതീതിയായിരുന്നു ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ കർണാടക സർക്കാർ ആ രീതിയിലുള്ള ഒരു നാടകമായിരുന്നോ ഇന്നലെ ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രി ഇവിടുന്ന് പോയ തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ ഈ റോഡിൽ ഇത്തരത്തിൽ അർജുന്റെ ലോറിയും ഇല്ല എന്നൊരു പ്രസ്താവനയും പിന്നാലെ തന്നെ പുറപ്പെടുവിക്കുന്നു. എന്തായാലും വളരെ നിരാശ തന്നെയാണ് ഈ. ശരി ബൈജു, എന്നാലും മനാഫിന്റെ ബൈറ്റ് അത് അയക്കാൻ ബൈജു നോക്കുക. അതോടൊപ്പം തന്നെ രഞ്ജിത്തിന്റെ പ്രതികരണം കിട്ടുമോ എന്നും നോക്കുക. രഞ്ജിത്ത് അല്പസമയം ബൈജു നിൽക്കുന്ന അവിടേക്ക് വരുമല്ലോ. അവിടെ ഈ രക്ഷാദൌത്യം നടക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ എന്തായാലും രഞ്ജിത്തിന് കഴിയുകയില്ല. അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് രഞ്ജിത്ത് അല്പസമയത്തിനകം വരുമല്ലോ. രഞ്ജിത്തിന്റെ പ്രതികരണം കൂടി തേടുക. ഏതായാലും അല്പസമയം കഴിഞ്ഞ് ബൈജുവിനെ വിളിക്കാം. അവിടെ നിർണായകമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ രക്ഷാദൌത്യത്തിനായി പോയിരുന്ന കേരളത്തിൽ നിന്ന് ആളുകളോട് അവിടെ നിന്ന് മാറുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അവർക്ക് ഈ പ്രദേശത്ത് നിന്ന് മാറേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ സൈന്യത്തിന്റെ ഈ മണ്ണുമാറ്റൽ ജോലികൾ പുരോഗമിക്കുകയാണ്. അവിടെ 7 ഹിറ്റാച്ചുകളുണ്ട്. പക്ഷേ എന്ന് വെച്ച് കാര്യമില്ല. ടിപ്പർ ലോറികൾ വളരെ സാവധാനത്തിലാണ് അവിടെ നിന്ന് മണ്ണെടുത്ത് മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇടുന്നത്. നേരത്തെ ആ ദൃശ്യത്തിൽ ബൈജു വന്നതാണ്. അവിടെ കാണാമായിരുന്നു ലോറികൾ അവിടെ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയി ഇടുന്നത്. അതിനുശേഷം അവ തിരിച്ചു വരുന്നു. ഈ സ്പോട്ടിൽ നിന്ന് മണ്ണെടുത്ത് പിന്നെയും കൊണ്ടിടുന്നു. ആ ജോലി അപ്പോൾ വളരെ സാവധാനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
പോകുന്നത്. ഇത് ചോദ്യം ചെയ്തതാകാം ഇങ്ങനെ ഒരു മർദ്ദനത്തിലേക്ക് പോലും കേരളത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിന് അവിടെ രക്ഷാദൗത്യത്തിനായി പോയ രഞ്ജിത്തിനെ അവിടെ മർദ്ദിക്കുന്നു എന്നുള്ള കാര്യം കൂടി അവിടെ സംഭവിച്ചിരിക്കുകയാണ്. അവിടെ ആരും നിൽക്കരുത്, അവർ മാറി നിൽക്കുക എന്നുള്ള ആവശ്യവും ഉന്നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാദൗത്യത്തിന് സ്വയം ചെന്ന ആളുകൾ, അത് ലോറി ഉടമയായ മനാഫുമുണ്ട്. ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ മേഖലയുടെ അവിടെയാണ് ഇപ്പോൾ മണ്ണെടുപ്പ് നടക്കുന്നത്. അവിടെ 7 ഹിറ്റാച്ചികൾ കൊണ്ടുവന്ന് മണ്ണെടുക്കുകയാണ്.